അസ്സലാമലൈക്കും കുട്ടികളെ, നമുക്ക് ഇന്ന് തരി എടുക്കാം. തരി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞാന്ന് അന്ന് നമ്മള് തെതിർവാദം എടുത്തപ്പോ എല്ലാരും പറഞ്ഞ എന്താണ്, നമുക്ക് അടുത്ത പടത്തേക്ക് വേഗം പോകണം എന്നാണ് എല്ലാരും പറഞ്ഞത്. കാരണം ഒരു അത്ഭുത കുഞ്ഞിന്റെ ജനനം എന്നുള്ള പാഠം എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം. നമ്മൾ ഇതിന്റെ മുന്നേ ഒരു പാഠത്തിലെ പടെടുത്തു. പാഠത്തിന്റെ പേരെന്താണ്? മക്ക പുണ്യഭൂമി. എല്ലാരും പഠിച്ചു ഞാൻ കരുതുന്നു. പിന്നെ നമ്മൾ അതിന്റെ പ്രവർത്തനം ഒക്കെ എടുത്ത് ഫില്ലായി. എല്ലാരും പഠിക്കല്ലേ? പഠിക്കാത്തല്ലോ. ഇതിന്റെ മുന്നേ ഞാൻ നോട്ടൊക്കെ ഒരുപാട് എഴുതാൻ പറഞ്ഞു. എല്ലാരും നോട്ട് കൊടുന്നീനോ അന്ന്? കൊടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഹോംവർക്ക് അല്ലേ? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ പാടത്ത് പോയാലോ? അതിന്റെ മുന്നേ നബിന്നല്ലേ ഒരു അത്ഭുത കുഞ്ഞു ജനനം. അതിൽ ഞാൻ നബിക്കൊരു പാട്ട് പഠിച്ചത്. റബിയുൽ അവ്വൽ 12 നമ്മുടെ നബിയുടെ ജനനം. ഇത് പാടിയാൽ നമുക്ക് പരീക്ഷയ്ക്ക് എന്തായാലും തരും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് ഇത് പാട്ട് പഠിച്ചാല് നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയില് അത് പഠിക്കാം. എല്ലാരും ഇത് ക്ലാസ് കണ്ട് പഠിക്കണം. നമുക്കിന്ന് തുടങ്ങല്ലേ? ഒരു അത്ഭുത കുഞ്ഞിന്റെ ജനനം. ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 റബിയുൽ അവ്വൽ 12 തിങ്കളാഴ്ച രാവ്. പ്രഭാതത്തോടെ അടുത്ത സമയം. മക്കയിൽ ഒരു കുഞ്ഞു ജനിച്ചു. ആരാണ് ആ കുഞ്ഞ്? നമ്മുടെ നബിയാണ്. ഖുറൈശി ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബ് മകൻ അബ്ദുള്ളയാണ് ആ കുഞ്ഞിന്റെ പിതാവ്. മാതാവ് ബനു സുഹറ ഗോത്രത്തിലെ വഹബിന്റെ മകൾ ആമിന ബീവിയുമാണ്. കുഞ്ഞ് പിറക്കുന്നതിന്റെ 7 മാസങ്ങൾക്ക് മുമ്പ് പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു. ആരാണ് മരണപ്പെട്ടെ? വളരെ നമ്മുടെ നബി ഉപ്പയെ കണ്ടിട്ടില്ലല്ലോ. നമ്മളൊക്കെ ഉപ്പാരെ കണ്ടിട്ടില്ലേ? നമുക്ക് ബാക്കി തുടങ്ങാം. ജനന വാർത്ത എറിഞ്ഞ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ഏറെ സന്തോഷിച്ചു. കുട്ടിയെ പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അല്ലാഹുവിനെ സ്തുതിച്ചു, ദുആ ചെയ്തു. 7-ാം ദിവസം അഖീഖത്ത് അറുത്തു. ഖുറൈശികളെ കാണിച്ചു സദ്യ നൽകി. മുഹമ്മദ് എന്നു പേര് വിളിക്കുകയും ചെയ്തു. അവസാനത്തെ പ്രവാചകർ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ആ കുഞ്ഞ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയം പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത് വിശദീകരിച്ചുതരാം. ഓക്കെ, എല്ലാവരും ഉഷാറായിരുന്നു. ഭൂമുഖത്തുള്ള ബിംബങ്ങൾ ഫുള്ള് തല കുത്തി വീണു. പറഞ്ഞ ഇങ്ങനെ പോയി, ആകെ പൊട്ടി പൊളിഞ്ഞു. ഓക്കെ, അനുശിർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം പൊളിഞ്ഞു തരിപ്പണമായി. ആകെ പൊട്ടി പൊളിഞ്ഞ് പൊടിയായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പേശക്കാർ ആരാധിച്ചിരുന്ന തീ അണഞ്ഞുപോയി. തീ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മഴ പെയ്താൽ പോലും അണയാത്തൊരു തീ ഉണ്ടായിരുന്നു. അത് അണഞ്ഞുപോയി. ഇറാനിലെ സാവാ തടാകം വറ്റി വരണ്ടു. ഇറാനിലെ സാവാ തടാകം വറ്റി വരണ്ടു. ഓക്കെ, അടുത്തെന്താണ്? സമാവ താഴ്വരയിൽ സമുദ്ര സമാനമായ ജലപ്രവാഹം ഉണ്ടായി. ഓക്കെ, ഇതെല്ലാരും പഠിക്കൂലേ? നമുക്ക് അടുത്തത് എതിർഭാഗത്ത ഇനിയുണ്ടോ? ഇല്ല. ഓക്കെ, ഇനിയില്ല. നമുക്ക് അടുത്തത് എതിർഭാഗത്ത് എടുക്കാം, പിന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്ക് ഈ പാഠം ഒന്നുകൂടി ഒന്ന് പഠിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് വായന എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ വരിലും എന്താ പറഞ്ഞേ,
ഓരോ വരിലും എന്താ പഠിച്ചേ എന്നൊക്കെ പറയാം. എന്നാലേ നിങ്ങൾക്ക് എളുപ്പം പഠിച്ച് അടുത്ത തിരുവാത്തിന് നല്ല ഉഷാറായി ഉത്തരം പറയാൻ പറ്റൂലേ? ഓക്കെ ഓക്കെ. ഒരത്ഭുത കുഞ്ഞിന്റെ ജനനം എന്നാണ് തിരുവാത്തിന്റെ പേര്. എന്താണ്? ഒരത്ഭുത കുഞ്ഞിന്റെ ജനനമാണ് നമ്മുടെ ഹെഡിങ്ങിന്റെ പേര്. ഹെഡിങ് ഓക്കെ. നമുക്ക് ഓരോ വരിൽ എന്താ പറഞ്ഞ എന്തൊക്കെ പഠിച്ചു എന്ന് പറയാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ വരിൽ എന്താ പഠിച്ച ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 റബിയുൽ അവ്വൽ 21 ആണോ? ആ കുട്ടി പറഞ്ഞ തെറ്റാണ്. 21 അവിടെ എഴുതിയത് നിങ്ങൾക്ക് തോന്നും 21 ആണെന്ന്. പക്ഷെ 21 അല്ലല്ലോ. എന്താണത്? 12. ഞാൻ നിങ്ങൾക്ക് ഒരു പാട്ടും അടുത്തുന്നില്ല, എന്നിട്ടും നിങ്ങൾ മറന്നുപോയി. എന്താണ് പിന്നെ? തിങ്കളാഴ്ച രാവ്. തിങ്കളാഴ്ച രാവിലാണ് പ്രഭാതത്തോടെ അടുത്ത സമയം. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ്? പിന്നെന്താ നമ്മൾ പഠിച്ച? അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയാണ് ഉപ്പ എന്നും പഠിച്ചു. പിന്നെ വഹബിന്റെ മകൾ ആമിന ബീവിയുമാണ് ഉമ്മ എന്നും പഠിച്ചു. പിന്നെ വഹബ് ആമിന ബീവിയുടെ ഗോത്രം നമ്മൾ പഠിച്ചില്ലേ? സുഹ്റത്ത് ഗോത്രം ബനു സുഹറ ഗോത്രത്തിലാണ്. പിന്നെ നമ്മള് ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മള് ലാസ്റ്റ് പറഞ്ഞ അത്ഭുത കാര്യങ്ങള്. അതെന്തായാലും പരിചയം നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? 7 മാസങ്ങൾക്ക് മുമ്പ് പിതാവ് മരണപ്പെട്ടു എന്ന് നമ്മൾ പഠിച്ചു. ജനന വാർത്ത അറിഞ്ഞപ്പോൾ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ഏറെ സന്തോഷിച്ചു എന്ന് നമ്മൾ പഠിച്ചു. പിന്നെന്താ നമ്മൾ പഠിച്ച? പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിച്ചു എന്നും പിന്നെ 7-ാം ദിവസം അക്കീഖത്ത് അറുത്തു എന്നും നമ്മൾ പഠിച്ചു. പിന്നെ എന്താ നമ്മൾ പഠിച്ച? ഖുറൈശികളെ വിളിച്ച് സദ്യ നൽകുകയും മുഹമ്മദ് എന്ന പേര് വിളിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുത കാര്യങ്ങളാണ്. അത്ഭുത കാര്യങ്ങൾ ഞാൻ പറഞ്ഞോ? വേണ്ടല്ലോ. ഓക്കെ, അപ്പൊ എല്ലാരും പഠിച്ചിട്ട് നമ്മൾ അടുത്ത ദിവസത്തിലെ തെതിർഭാഗത്ത് എല്ലാരും നോക്കിരാ. അസ്സലാമു അലൈക്കും. എല്ലാരും പഠിച്ച് കുട്ടപ്പന്മാരായി വരാം.